പാലോ പാലോ നല്ല നടപ്പാലം, അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തൂണേ നിന്നും പൊന്നു എന്നൊരു വിളിയും കേട്ടേ, പൊന്നു എന്നൊരു വിളിയും കേട്ടേ, പൊന്നു എന്നൊരു വിളിയും കേട്ടേ. നമസ്കാരം. ക്യാമറയും മുംബൈയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ കുറച്ച് പ്രേക്ഷകർക്കെങ്കിലും മനസ്സിലാവും നമ്മൾ ഇന്ന് എവിടെയാണ് വന്നിരിക്കുന്നതെന്ന്. കണ്ടന്റ് ക്രിയേറ്റർ സുമേഷ് ഭാസ്കർ കടത്തനാടൻ മണ്ണിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ ചെക്കനോട് 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു, അപ്പീട്ട പറയണമെന്ന്. നാട്ടിലുള്ള സകല കാര്യം പറയൂ, അപ്പീട മാത്രം പറയൂല. ദിശ ഇതാ ചെക്കൻ്റെ അപ്പീട്ടിന്. എന്റെ അമ്മോ, എന്തൊരു നാറ്റായത്. ദിശ, ഈ ചെക്കനെ എടുത്തോ. ഇപ്പൊ മനസ്സിലായില്ലേ കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ട്? എന്തെന്നാ ഈ പറയുന്നേ? എങ്ങനെയാണ് ഈ ഫീൽഡിലേക്കൊക്കെ വന്നത്? എങ്ങനെയാണ് ഇവരെ സപ്പോർട്ട്? അതൊന്ന് പറഞ്ഞു തന്നിട്ടോ. ഇവരെ സപ്പോർട്ട് എന്ന് വെച്ചാൽ മൊത്തത്തിൽ കട്ട സപ്പോർട്ടാണ്. ഇപ്പോൾ ആക്ച്വലി നമ്മൾ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഒരു 10-12 വർഷമായിട്ട് ദുബായിലുള്ള ആളാണ്. ഈ കൊറോണ സമയത്ത് നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളെല്ലാവരും മുഖാമുഖം നോക്കിയിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലുദ്ധിച്ചൊരു കാര്യമാണ് ഈ വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. അല്ല, ഈ കംപ്ലീറ്റും ഫിനിഷും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതിപ്പോ ഞാനെങ്ങനെയാപ്പ എനിക്ക് പറഞ്ഞു തരുവാ? ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ എൻ്റെ ജീവിതം കംപ്ലീറ്റായി. പിന്നെ ഇജ്ജ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ നമ്മളെ ജീവിതം ഫിനിഷായി. ടിക്ടോക്ക് ദുബായിൽ ഞാൻ അത്യാവശ്യം ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ടൈം കിട്ടുമ്പോൾ ചെയ്ത് പോകുന്നല്ലാതെ ഒരുപാട് ഈ വ്ളോഗേഴ്സ് അല്ല, നമ്മളെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ടിക്ടോക്ക് നിന്ന സമയത്താണ് ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിച്ചിട്ടാണ് അടുത്ത ഒരു ഈ ഫീൽഡിലേക്ക് വന്ന് കുടുംബമൊക്കെ ആയിട്ട് വന്നത്. അങ്ങനെയല്ല, ടിക്ടോക്ക് അല്ല, അത് ശരിക്കും കാര്യം തന്നെയാണ്. ഞങ്ങൾ ക്രിയേഷനിലേക്ക് വന്നത് ടിക്ടോക്ക് വന്നതിന് ശേഷം. അതുവരെ ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള മ്യൂസിക് വെച്ച് ടിക്ടോക്ക് വീഡിയോസാണ് കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ടിക്ടോക്ക് നിന്ന സമയത്ത് ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ക്രിയേഷനിലേക്ക് കോൺവോയ്സ് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം വളരെ അല്ല, അത് മാത്രമല്ല, ക്രിയേഷൻ ആകുമ്പോൾ ആൾക്കാർക്ക് ഒന്നും കൂടെ അട്രാക്ഷൻ. മറ്റേ നമ്മൾ വേറെ ആൾ ചെയ്തു വെച്ച സംഭവങ്ങൾ ലിപ്സിങ് ചെയ്യുന്നതാണല്ലോ. നമ്മൾ ക്രിയേഷൻ ആകുമ്പോൾ നമ്മളെന്തെങ്കിലും കണ്ടന്റ് ആലോചിച്ച് അതിൽ സ്ക്രിപ്റ്റ് എഴുതി അത് ചെയ്യുമ്പോൾ അത് ആൾക്കാർക്ക് ഒന്നും കൂടെ അട്രാക്റ്റീവ് ആണ്. അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മുടെ വ്യൂസ് നോക്കുമ്പോൾ മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ക്രിയേഷനിലേക്ക് ഒന്ന് ഇറങ്ങിയാലോ. അങ്ങനെ ഞാനും ഏട്ടനും അനിയനും അമ്മയും എല്ലാവരും തന്നെ ഇരുന്ന് ആദ്യ കാര്യങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ട് ചെറിയ സ്ക്രിപ്റ്റുകൾ എഴുതി ചെയ്തു തുടങ്ങി. അങ്ങനെ ക്രിയേഷൻ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലുള്ള ആ ഒരു വ്യൂസിൻ്റെ ഡിഫറൻസ് വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ ഞങ്ങൾ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ തമാശകളൊക്കെ, പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് കേട്ട തമാശകൾ, എല്ലാവർക്കും ഒരുപാട് കേട്ട തമാശകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ റിട്ടേണായിട്ട് നമ്മൾ കണ്ട തമാശകളൊക്കെ നമ്മൾ ദൃശ്യാവിഷ്കരിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ആൾക്കാരുടെ സപ്പോർട്ട് മെല്ലെ മെല്ലെ കൂടുന്നതായിട്ട് ഫീൽ ചെയ്തു. അത് പിന്നെ പല ആളുകളും പല സ്ഥലത്ത് നമ്മൾ ആൾക്കാർ വിളിച്ച് സംസാരിച്ചിട്ട് മോട്ടിവേഷൻ തന്നു. ഇപ്പം സുമേഷ് ഇപ്പം ഇതിനോട് ഇഷ്ടമുണ്ട്, നല്ലതാണ്. പക്ഷെ അതുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ മറ്റുള്ള അമ്മയാണെങ്കിലും ഏട്ടനാണെങ്കിലും അനിയനാണെങ്കിലും ഭാര്യയാണെങ്കിലും എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളാണല്ലോ. ആ വ്യക്തികളെല്ലാം കൂടി ചേർന്ന് നിങ്ങൾ ഒരേപോലെ എങ്ങനെയാണ് ഇത് വരുന്നത്? അത് പാരമ്പര്യമായിട്ട് കിട്ടിയത്. പല എല്ലാ വ്യക്തികൾക്കും ചിലപ്പോൾ ആ പാഷൻ എല്ലാവർക്കും വേണമെന്നുണ്ടാവില്ല. അല്ല, നമ്മുടെ ഫാമിലിയെ കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയാറ്. പണ്ട് കോളേജിലെ സുഹൃത്തുക്കളൊക്കെ വരുന്ന സമയത്ത് അവർ എൻ്റെ ഫാമിലിനെ കാണുമ്പോൾ മെയിൻ അമ്മ എന്തായാലും ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ട് മുമ്പിലുണ്ടാവും. അപ്പം നമ്മൾ ആര് വന്നാലും അമ്മ മുമ്പിലുണ്ടാവും. അത് ചില സമയത്ത് ഞാൻ അമ്മ ചീത്തൊക്കെ പറയാറുണ്ട്. അമ്മ ഞങ്ങൾ വലിയ ആളുകളൊക്കെ ആയി, അതുകൊണ്ട് ഇനി നടുവിൽ വന്ന് കളിക്കണ്ടാലും പറയും. പക്ഷെ എന്നാലും അമ്മ അടങ്ങില്ല, ഞാൻ കഴിഞ്ഞിട്ടും അത് ബാക്കിയുള്ളവർ. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയായിട്ട് മിങ്കിളായിട്ട് സംസാരിക്കും എല്ലാവരും. അത് എൻ്റെ വരുന്ന സുഹൃത്തുക്കൾക്ക് വളരെ അട്രാക്ഷനാണ്. അമ്മയും 3 മക്കളും. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എനിക്കൊന്നും ഒരു 99% ആൾക്കാർക്കും ഇഷ്ടം ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്കും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അങ്ങനത്തെ ഒരു ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഇഷ്ടമുണ്ടായിരുന്നു. മറ്റ് നമ്മൾ ദുബായിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ടിക്ടോക്കൊക്കെ ചെയ്യുമെങ്കിൽ നമ്മൾ ജോലിയുടെ പ്രഷറൊക്കെ കാരണം പിന്നെ അത് അത്ര കൺസിസ്റ്റൻസി കൊണ്ടുപോകാൻ പറ്റാറില്ല. ഈ നാട്ടിൽ വന്ന സമയത്ത് ദുബായിൽ നിന്ന് വന്നിട്ട് 1 മാസം ആകുമ്പോഴേക്കും എനിക്ക് വിടാൻ അടുത്ത് അല്ലേ? അമ്മ ഒന്ന് മിണ്ടാണ്ടിരുന്നാ
അല്ലെങ്കിലോ കാര്യപ്പെട്ടൊരു കാര്യം പറയാമോ, നിങ്ങളെല്ലാം എന്നോട് മിണ്ടാണ്ടിക്കുവാൻ പറയൂ. ഇതിപ്പോ ഒന്നല്ലേ ഉള്ളൂ. എടാ, ഇഞ്ഞും സുനിയും സുജീഷും തമ്മിൽ ആകെ 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. എന്ത് പറഞ്ഞാലുണ്ടാവും ഒരു പുരാണം പറച്ചില്. ആ മോനെ, ഇന്റെ ഒരു മോനെ ചന്തിയെ നിന്നെ കൊണ്ട് കവുവാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ 4 ചന്തികളാ ഞാൻ ദിവസവും മാറി മാറി കൈ കൊണ്ടുവന്ന്. അതിന് അമ്മക്ക് ഞാനടക്കം 3 മക്കളല്ലേ ഉള്ളൂ, പിന്നെ ഇത് വരുന്ന 4ാമത്തെ ചന്തി. പിന്നെ എന്റെ കുണ്ടീന്റെ അമ്മാവൻ കൈ തരുവാ. അങ്ങനെ മനസ്സിലപ്പോൾ എപ്പോഴും വിളിച്ചാൽ അവൈലബിൾ ആണ് ഇവരൊക്കെ. അപ്പോൾ ഞാൻ ആദ്യ കാര്യങ്ങൾ സ്ക്രിപ്റ്റൊക്കെ ഞങ്ങൾ ഇവരൊക്കെയായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഇവർ ജോലി വന്ന ശേഷം ഇവരെല്ലാം ജോലികൾക്ക് പോകുന്നവർക്ക് പിന്നെ ഞാൻ തന്നെ ഞങ്ങൾക്ക് ഒരു റേഞ്ചിലെത്തിയപ്പോൾ പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ആവർത്തന വിരസത വന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഹാജിയ റോക്സ് എന്ന പേരിൽ ഒരു സംഭവമായിരുന്നു. അതൊരു ട്രാൻസ്ഫോർമേഷനാണ്. ഞാനൊരു ഹാജിയറായിട്ട് ഒരു കോമിക് മക്കളെ പഠിപ്പിച്ച് അമേരിക്കയിലേക്ക് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മളിവിടെ കുതിരിഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കേണ്ട അവസ്ഥയായി. ആ ഷെസീറിനോട് 100 വട്ടം ഞാൻ പറഞ്ഞിക്ക് കുട്ടികളെ മലയാളം പഠിപ്പിക്കണേന്ന്. എന്നിട്ടൊന്നും ചെവിക്കൊണ്ടിരിക്കില്ലല്ലോ. ഇപ്പൊ ഇമ്മളല്ലേ കഷ്ടപ്പെടുന്നേ. പക്ഷെ അത് തന്നെ ഒരേ പിന്നെ അതിലൊന്നും ചെയ്യാനില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ അമ്മയും മകനും എന്ന രീതിയിൽ നാച്ചുറലായിട്ട് മെസ്സേജുള്ള സ്ക്രിപ്റ്റുകളിലേക്ക് വന്നു. പിന്നെ അത് വന്നതിന് ശേഷം വീണ്ടും കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇഷ്ടമാവും. പിന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവിതങ്ങളായിട്ട് കണക്റ്റഡ് ആയ കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ പൊതുവെ ഇവിടെ എപ്പോഴും ഞങ്ങളുടെ ഫാമിലി എല്ലാവരും പറയുന്നത് വളരെ ഐക്യത്തോടെ പോകുന്നുണ്ടെന്ന്. അതിന് പ്രധാന കാരണം ഞങ്ങളെപ്പോഴും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പല ഫാമിലിയിലും വരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഞങ്ങളുടെ ഫാമിലിയിൽ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏട്ടനാണെങ്കിലും അനിയനാണെങ്കിലും അമ്മയാണെങ്കിലും അതുപോലെ എല്ലാവരുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് ക്ലിയർ ആവുന്നതേ ഉള്ളൂ. പിന്നെ സ്ക്രിപ്റ്റായിട്ട് തന്നെയാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. ചില കമൻറ്റുകൾ കാണുമ്പോൾ വിചാരിക്കും സാധാരണ ഞങ്ങൾ ഇരുന്നിട്ട് അങ്ങ് പറയുന്നത്. സത്യത്തിൽ അതല്ല, സ്ക്രിപ്റ്റഡാണ്. അമ്മേ, ഞാൻ ഇന്നലെ ഒരു സിനിമ ഉണ്ട് കേട്ടോ. ഏതാടാ? നമ്മളെ പൃഥ്വിരാജ് സംവിധാനം ചെയ്തേ മോഹൻലാലിന്റെ ബ്രോഡാഡി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പൃഥ്വിരാജ് നമ്മുടെ പഴയ ലാലേട്ടനെ കൊണ്ടുവരാൻ കുറേ ശ്രമിച്ചിന്. എന്നിട്ട് പഴയ മോഹൻലാൽ തിരിച്ചു വന്നിക്കാ? എങ്ങനെ വരാനാ, നമ്മുടെ പഴയ മോഹൻലാൽ തിരിച്ചു വരണമെങ്കിൽ നമ്മളെ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ട് തന്നെ വരണം. പഴയ മോഹൻലാലിന്റെ നാട് വിട്ടുപോയതാ? എടാ പൊട്ടം കൊണോപ്പാ, മോഹൻലാലിന് ഇപ്പൊ 60 വയസ്സ് കഴിഞ്ഞ്. 61. ഓരോരുത്തർക്കും ഓരോരോ പ്രായത്തിലും പലതരത്തിലുള്ള ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാവും. പോരാത്തതിന് ഇവർ സിനിമാ താരങ്ങളായതുകൊണ്ട് പലതരത്തിലുള്ള ചികിത്സയും ചെയ്യും. അപ്പം അതിൻ്റെതായ മാറ്റങ്ങളും ഉണ്ടാവും. ഞാനെല്ലാം 10-30 വയസ്സിൽ ചൊട്ടിയാ ചോര ഒരുക്കുന്ന പെണ്ണേനു എന്ന് വെച്ചിട്ട് എനിക്കിപ്പം പഴയ പോലെ ആകുവാൻ പറ്റുവാ? അല്ലമ്മേ, ഞാൻ അഭിനയത്തിന്റെ കാര്യമാണ് പറയുന്നത്. എന്തിന്റെ കാര്യമായാലും ശരി. അല്ല, സത്യനന്ദിക്കാട് ശ്രീനിവാസനും ഇനിയിപ്പം മോഹൻലാൽ എന്നെ വിചാരിച്ചാലോ പഴയ മോഹൻലാലിനെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റൂല. അന്നേരാ ഓൻ്റെ ഒരു സത്യനന്ദിക്കാടും ശ്രീനിവാസൻ. അതാണ് എന്താണ് ശരിക്കും ഈ മലബാർ ഭാഗത്ത് വടകര കടത്തനാടിന്റെ ആ സ്ലാങ് നല്ലതായിട്ട് അത് ശരിക്കും നല്ല പ്രേക്ഷകരൊക്കെ പറയില്ലേ? അതെങ്ങനെ എന്താ പറയുക അതിനെ പറ്റി കമന്റ്സിലൊക്കെ? അല്ല, ഞങ്ങളുടെ വീഡിയോസിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ സ്ലാങ്. ആ സ്ലാങ് ഇപ്പം എനിക്ക് കുറച്ചും കൂടെ മാറ്റമുണ്ട്. എനിക്ക് ചില ആൾക്കാർ, ഞാൻ ദുബായിൽ എൻ്റെ കുറച്ച് കണ്ണൂർക്കാർ ഫ്രണ്ട്സിലുണ്ട്, കുറേ ആൾക്കാർ കണ്ണൂരിൽ എന്ന് പറയാറുണ്ട്. പക്ഷെ അമ്മേൻ്റെ കറക്റ്റ് വടകരയാണ്. അപ്പോൾ ആ സ്ലാങ് ഭയങ്കര അട്രാക്ഷനാണ്. അപ്പം പല എറണാകുളം ഭാഗത്തു നിന്നെല്ലാം കുറേ ആൾക്കാർ ഞങ്ങൾ വിളിച്ച് ചോദിക്കും ഇത് എവിടുത്തെ ഭാഷയാണ്, നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ. അത് പിന്നെ അമ്മയൊക്കെ ഒരു 50-60 വയസ്സ് ആ ഒരു റേഞ്ചിൽ ആൾക്കാർ ഇതിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ അട്രാക്ഷൻ ആയിരിക്കും. ഞങ്ങളുടെ ചാനലിൻ്റെ നട്ടല് തന്നെ കമലമ്മയാണ്. അമ്മയാണ് ഈ ചാനലിൻ്റെ നട്ടല് എന്ന് തന്നെ പറയാം. പിന്നെ വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനും എല്ലാം ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ടാക്കി തരണമല്ലോ, സാമ്പത്തികമായാലും ശരി എല്ലാ തരത്തിലും. അതിന് കട്ട സപ്പോർട്ട് എൻ്റെ വൈഫ് തന്നെയാണ്. ഞാൻ വന്നതിന് ശേഷം പിന്നെ മെല്ലെ ദുബായ് ഒരു 5-6 മാസം ഫ്ലൈറ്റൊക്കെ ബ്ലോക്ക് ആയിരുന്നു. പിന്നെ പോകാൻ കഴിയും. ആദ്യം ഞാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് വന്ന ആളാണ്. പോകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കുറേ കാലം നിന്നപ്പോൾ പിന്നെ ഇവിടെ ഏകദേശം മൈൻഡ് സെറ്റായി. പിന്നെ വൈഫ് ഒരു ആയുർവേദ ഡോക്ടറാണ്. അവളുടെ പ്രൊഫഷൻ ഒന്ന് ബിൽഡ് ചെയ്യണം. ഞാൻ അവിടെ മാർക്കറ്റിംഗ് ആയിട്ട് കുറച്ച് എക്സ്പീരിയൻസിലാണ്. പക്ഷേ എൻ്റെ മാർക്കറ്റിംഗ് അവൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ അവളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് സൈക്കോളജി ഡിഗ്രി എടുക്കുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റ് റൈറ്റ് എഴുതുന്ന സമയത്ത് എല്ലാവരും ഒന്നായിട്ട് ഇരുന്നിട്ടാണ് എഴുതുന്നത്, അല്ലെങ്കിൽ സുമേഷ് മാത്രമായിട്ടാണ് എഴുതുന്നത്? അവരെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? 100% കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ട്.
ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. പിന്നെ അവർ ജോലിയായിട്ട് പോയപ്പോഴും പിന്നെ വെച്ചാൽ ഞങ്ങളുടെ കൂടുതലും ഞങ്ങൾ ആ സമയങ്ങളിൽ മെസ്സേജ് ടൈപ്പ് വീഡിയോസ് ചെയ്യാറ്, ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഈ ന്യൂജൻ കുറേ ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഇതിനോട് വലിയൊരു അട്രാക്ഷൻ ഇല്ല. അപ്പോൾ അവർക്കൊക്കെ ഈ കുറച്ച് വെളിപ്പായ കോമഡികളൊക്കെ ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാനൊന്ന് ഇൻഡിവിജ്വലായിട്ട് എഴുതാൻ തുടങ്ങിയ ശേഷം കുറച്ചും കൂടെ ഒരു ട്രെൻഡി ആയ പോലെ ഫീൽ ചെയ്തു. കാരണം ഓഡിയൻസിൻ്റെ ഇതൊക്കെ വന്നപ്പോഴും എനിക്കൊന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ഇപ്പോഴും സജഷൻസ് ഇവരുടെ എടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അനിയൻ വെച്ചിട്ട് സ്പോണ്ടേനിയസ് കോമഡിൻ്റെ ആളാണ്. അപ്പോൾ എന്തെങ്കിലും ഞാൻ എഴുതി വെച്ചതെന്ന് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയുമ്പോൾ എനിക്ക് കൂടുതലും ഞാൻ എടുക്കാൻ പറ്റിയ രീതിയിൽ ചിലപ്പോൾ എക്സ്പ്രഷൻസ് ആയിരിക്കും, ചിലപ്പോൾ അത് അങ്ങനെ ചെയ്താൽ അപ്പം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഓക്കെ രസം ഉണ്ടാവുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അവർ ചില പ്രേക്ഷകർ പറയുന്നത് ചെയ്താൽ നന്നായിരിക്കും അങ്ങനെയൊക്കെ വരുന്നുണ്ടോ? തീർച്ചയായും. പക്ഷെ അത് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ മെസ്സേജ് ടൈപ്പാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന വീഡിയോസ്. ശരിക്കും എനിക്ക് ബെനിഫിറ്റ് വരിക വലിയ വീഡിയോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെനിഫിറ്റ് വരിക. അപ്പോൾ മെസ്സേജ് ടൈപ്പൊക്കെ ചെയ്യാം. പക്ഷേ കോമഡി ആകുമ്പോൾ ഞങ്ങൾ കൂടുതലും 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് 2 മിനിറ്റ് ആ രീതിയിലേ ചെയ്യുന്നുള്ളൂ. കാരണം എന്നെ എല്ലാ ഓഡിയൻസും വിളിച്ച് പറയുന്നത് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. കാരണം വലുതാകുമ്പം അവർക്കൊരു താല്പര്യക്കുറവ് പൊതുവേ ഉണ്ട്. അപ്പോൾ ചെറുതാകുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കൂടുതലും വൈറലാകുന്നത് വാട്സപ്പിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ട് പല ആൾക്കാർ എന്നെ പല ഭാഗത്തു നിന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഉള്ളതിൻ്റെ ഒരുപാട് നമുക്ക് വ്യൂസിനേക്കാൾ ഒരുപാട് ഞങ്ങളുടെ ഫെമിലാരിറ്റി നല്ല രീതിയിലുണ്ട്. കാരണം ആൾക്കാരിപ്പം റിയലൈസ് ചെയ്യുന്നുണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും സുമേഷ് ഭാസ്കരല്ലേ എന്നാണ്. അതിന് തന്നെ ഏറ്റവും വലിയ സന്തോഷം. ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയ ആ ഒരു അനുഭവം എന്താണ്? നല്ല സന്തോഷമാണ്. അതിന് പറയാൻ വാക്കുകളില്ല. കാരണം നമ്മളിങ്ങനെ വീട്ടിൽ കുത്തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സംഭവങ്ങളും ആ സ്ക്രിപ്റ്റൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ സുമേഷ് ഭാസ്കറിൽ ചോദിക്കുന്ന ആ ചോദ്യത്തിൽ തന്നെ പുറത്തുണ്ട് ഈ വീഡിയോ ത്രൂ പരിചയമുള്ള ആൾക്കാരാണല്ലോ ചോദിക്കുന്നത്. അത് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള സംഭവം തന്നെയല്ലേ. അത് ശരിക്കും ഒരു സിനിമയിൽ ഒരു ആക്ടറായ പോലെ തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതും അതാണ്. ഇപ്പോൾ അമ്മക്കൊന്നും എന്നെ പോലെ ഒന്നല്ല, അമ്മക്കെല്ലാം പുറത്ത് പോയി കഴിഞ്ഞാൽ ആരാധകർക്കുണ്ട്. ഒരു ഫംഗ്ഷനിലും പോയി കഴിഞ്ഞാൽ സെൽഫി എടുക്കാനും അല്ല എനിക്കും ഇല്ല എന്നല്ല, എനിക്കൊന്നല്ല, എൻ്റെ ഏട്ടനാണെങ്കിലും അനിയനാണ് എല്ലാവരെയും കൂടെ ഒക്കെ സെൽഫി എടുക്കുന്നുണ്ട്. ആൾക്കാർ തിരിച്ചറിഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഒരു അവാർഡൊക്കെ വാങ്ങിയിട്ട് അത് അപ്കമിങ് കോമഡി വ്ളോഗർ എന്നാണ് പറയുന്നത്. അത് ഒരു ബിസിനസ് കമ്പനി അവർ നമുക്കൊരു ഈ ഏരിയയിലുള്ള കോഴിക്കോട് ജില്ല ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗർ എന്ന രീതിയിൽ വിളിച്ചതാണ്. അപ്പോൾ അതും ഞങ്ങൾക്ക് വീഡിയോ ത്രൂ വിളിക്കുന്നതല്ലേ. അപ്പോൾ അതും വലിയ സന്തോഷമുള്ള കാര്യം. അതെ 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 അത് എനിക്ക് അതൊക്കെ നമുക്ക് ഒരു മോട്ടിവേഷനാണ്. നമ്മളെപ്പോലെ ഒരു ചെറിയ കലാകാരൻ എന്ന് പറയാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. കാരണം അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഓരോരുത്തർ വിളിച്ച് നമുക്ക് ആ ഒരു അംഗീകാരം തരിക എന്ന് പറയുന്നത് അവരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പ്രേക്ഷകർക്കെല്ലാം അറിയാം സുമേഷ് ഭാസ്കർ ഒറ്റയ്ക്കല്ല ഈ ചാനലിൽ. ഈ ചാനലിലെ നട്ടലായ കമലേച്ചിയെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് കമലേച്ചിയെ വിളിക്കാം അല്ലേ? ആ കമലമ്മേ, അമ്മ കിട്ടു മക്കളല്ലേ, അതിലേതെങ്കിലും സിസേറിയൻ ഉണ്ടായിനാ? ഇല്ല മോനെ, എല്ലാം എൻ്റെ അച്ഛൻ ഭാസ്കരനുണ്ടായതാ. അല്ലമ്മേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്നത്തെ കാലത്ത് എല്ലാവർക്കും 8ഉം 10ഉം മക്കൾ ഉണ്ടായിട്ടില്ലേ? ഇന്നത്തെ കാലത്ത് 1ഉം 2ഉം ഉള്ളൂ. അത് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ബോറടിക്കുമാ? തൊട്ട് കളിക്കാൻ ഫോണല്ലുണ്ട്. അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാലോ.